നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാധ്യമപ്രവർത്തകയെ അപമാനിച്ചുവെന്ന കേസിൽ നടനും ബിജെപി നേതാവുമായ സുരേഷ് ഗോപി നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി സർക്കാരിന്റെ നിലപാട് തേടി. ജസ്റ്റിസ് സി പ്രദീപ് കുമാർ ഹർജി 8-ന് പരിഗണിക്കാൻ മാറ്റിവെച്ചു. ഒക്ടോബർ 27-ന് കോഴിക്കോട് എരിഞ്ഞപ്പലത്തെ ഹോട്ടൽ ലോബിയിൽ വെച്ച് ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിനിടെ സുരേഷ് ഗോപി തന്റെ ചുമലിൽ പിടിച്ചുവെന്ന് ഒഴിഞ്ഞുമാറിയപ്പോൾ വീണ്ടും ശ്രമിച്ചുവെന്നും ഈ ഘട്ടത്തിൽ കൈ തട്ടിമാറ്റിയെന്നും മാധ്യമപ്രവർത്തക പരാതിപ്പെട്ടിരുന്നു. തുടർന്ന് കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷൻ ഇന്ത്യൻ ശിക്ഷാ നിയമം 354A-ലുള്ള 2 ഉപവകുപ്പുകളാണ് അനുസരിച്ച് ലൈംഗിക അതിക്രമത്തിന് കേസെടുക്കുകയായിരുന്നു. നവംബർ 18-ന് സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചിരുന്നു. എന്നാൽ IPC 354 പ്രകാരം സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന കുറ്റം കൂടി കേസിൽ ഉൾപ്പെടുത്തിയെന്നും അറസ്റ്റ് ചെയ്യുമെന്ന് ആശങ്കയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. ജനുവരി 17-ന് മകളുടെ വിവാഹം ഗുരുവായൂരിലും സൽക്കാരം തിരുവനന്തപുരത്തും നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ തനിക്ക് മുൻകൂർ ജാമ്യം നൽകണമെന്നാണ് ആവശ്യം. തൃശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടാൻ കൂടിയാണ് ഇത്. ഇതിനിടെയാണ് മാധ്യമപ്രവർത്തകയുമായി ബന്ധപ്പെട്ട കേസിൽ സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം തുടങ്ങിയത്. നിലവിലെ സാഹചര്യത്തിൽ മകളുടെ കല്യാണം കൂടി നിലനിൽക്കുന്ന ഘട്ടത്തിൽ എന്തായിരിക്കും തന്നെ ആ ഒരു ഘട്ടത്തിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുമോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമോ എന്നടക്കമുള്ള ഭയവുമുണ്ട്. മറിയക്കുട്ടി മുതൽ നരേന്ദ്രമോദിയെ വരെ മകളുടെ വിവാഹത്തിന് ക്ഷണിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ മുന്നിലൊക്കെ തന്നെ സുരേഷ് ഗോപിയെ നാണം കെടുത്താൻ വേണ്ടി മനഃപൂർവ്വമാണെങ്കിലും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉയരുകയാണ്. തൃശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത് സുരേഷ് ഗോപിയുടെ വളർച്ചയെ അത് നല്ല രീതിയിൽ തന്നെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനിടയിലാണ് മാധ്യമപ്രവർത്തകയുമായി ബന്ധപ്പെട്ട കേസിൽ സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം തുടങ്ങിയത്. നേരത്തെ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരായ സുരേഷ് ഗോപിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയില്ല. പകരം ചോദ്യം ചെയ്യലിന് വിളിച്ചാൽ വരണമെന്ന നോട്ടീസ് നൽകി വിട്ടയച്ചിരുന്നു. ഇതിന് പിന്നിൽ ഭാവിയിൽ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത തേടലാണ് എന്ന വിലയിരുത്തൽ ഉയരുന്നുണ്ട്. കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിലായിരുന്നു പരാതിക്ക് ആസ്പദമായ സംഭവവികാസങ്ങൾ അരങ്ങേറിയത്. കുറ്റപത്രത്തിൽ IPC 304 വകുപ്പ് കൂടി ഉൾപ്പെടുത്തുമെന്ന സൂചനകൾ പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് സുരേഷ് ഗോപി കോടതിയെ സമീപിച്ചത്. തന്നെ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ ഈ വകുപ്പ് ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നും ഹർജിയിൽ പറയുന്നു. ഹർജി ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ച് ഇന്നലെയാണ് പരിഗണിച്ചത്. തുടർന്നാണ് ഈ സർക്കാരിന്റെ ഈ ഒരു വിശദീകരണം കൂടി ഹൈക്കോടതി ഈ ഘട്ടത്തിൽ ചോദിച്ചത്. ഹൈക്കോടതിയുടെ നിരീക്ഷണം നിർണായകം ആയിരിക്കുകയാണ്. IPC 354A(1) 4 വകുപ്പുകൾക്ക് പുറമെ 354, 354, 119A വകുപ്പും ചുമത്തിയാണ് കേസ്. ഒക്ടോബർ 27-നുണ്ടായ സംഭവത്തിൽ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരുടെ ശരീരത്തിൽ മനഃപൂർവ്വം സ്പർശിച്ചു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ.